ഹലോ, ഇന്ന് ഞാൻ ക്രിസ്മസിന് വേണ്ടി തയ്ച്ച ഒരു പിള്ളേർക്കൊക്കെ പറ്റിയൊരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ച്ചതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഇതൊരു 2 മീറ്റർ റെഡ് ക്ലോത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ബ്ലാക്ക് പ്രിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ റെഡ് ആക്കാതെ കുറച്ച് ബ്ലാക്കിൻ്റെ ക്ലോത്തും കൂടെ വെൽവെറ്റിൻ്റെ ക്ലോത്തും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ യോക്കിൻ്റെ പോർഷനിൽ വെൽവെറ്റും താഴോട്ട് റെഡ് കളറും കൂടെ വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ 2 മീറ്റർ ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്നാൽ 1 മീറ്റർ മോക്കും 1 മീറ്റർ എന്നാൽ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ടോപ്പും കൂടെ തയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനത് മുറിച്ച് മാറ്റുകയാണ്. ഇതിന് ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കോട്ടൻ്റെ ക്ലോത്താണ്. നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല, ക്രിസ്മസിന് എപ്പോഴും വൈറ്റും റെഡും അല്ലേ. ഇതാകുമ്പോൾ നമുക്ക് അല്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ഉടുക്കാം. ഇത് നമുക്ക് സിമ്പിൾ ക്ലോത്ത്, ഇത് കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാം. വെൽവെറ്റിൻ്റെ ക്ലോത്തും അടിയിലൊരു ലൈനിങ്ങും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനുള്ള അളവെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെൽവെറ്റിൻ്റെ ക്ലോത്തും അതിന് സ്ലീവ്സ് കൊടുക്കുന്നില്ല. അതിന് വേണ്ടി ഞാനൊരു ക്രോസ് പീസാണ് ഞാൻ സ്ലീവ്സിൻ്റെ അവിടെ ഞാൻ തയ്ച്ച് കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചെടുത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലും സിബ് അറ്റാച്ച് ചെയ്യുന്നില്ല, പകരം ഒരു ചെറിയൊരു കട്ട് പോലെ ബാക്കിൽ കൊടുത്തിട്ട് അവിടെ ഒരു ബട്ടൺസാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴെ ഫ്ലെയറിൻ്റെ പോർഷനിൽ നമുക്കിതുപോലെ ലൈനിങ്ങിൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് യോക്കിൻ്റെ ക്ലോത്തുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ലൈനിങ്ങും നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഞാൻ ലൈനിങ്ങിൽ വണ്ണം കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈറ്റായിട്ടിരിക്കില്ല, പിള്ളേർക്ക് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇടിയിക്കാൻ പറ്റും. ഇനി നമുക്കിത് രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണാം. ഞാൻ ഒരു ചെറിയ ഒരു ഡീറ്റെയിലിംഗ് കൂടെ ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.